ഞങ്ങൾ കണ്ടന്റ് ടൂർണമെന്റ് ആണ്. ബെസ്റ്റ് ഗോൾ സ്പോൺസർ ആയിട്ടില്ല. 50 ഉറുപ്പിക ഉള്ളൂ. ഇതാ സെവൻസാ പക്ഷെ ഒരാളെ കുറവുണ്ട്. 6 ആളല്ല സെവൻസാ. അതെന്ത് സെവൻസാ? നിങ്ങള് സ്പോൺസർ അനൗൺസ് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ 100 ഉറുപ്പിക ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും അനൗൺസ് ചെയ്യണം. ബെസ്റ്റ് ഗോളി സ്പോൺസേർഡ് ബൈ അൽതാജ് കുഴിമന്തി. അരേ വാ, ഓഫ് അരേ വാ, അൽതാജ് കുഴിമന്തി. അരേ വാ, എന്നാ പിടിച്ചോ. അൽതാജ് കുഴിമന്തി. നെഞ്ചുക്കുള്ള നീ താനെ, കண்கள் മുഴുതും നീ താനെ, കാതലെന്തത് നീയേ ഫാത്തിമ ഫാത്തിമ. ആ താജു, അന്നെ കണ്ടിട്ട് കൊറേ ആയല്ലോ. അന്റെ കാര്യം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ജസലിന്റെ അടുത്ത് പറയലുണ്ട്. അപ്പൊ അതാണ്, വെറുതെ അല്ല താജു മോനെ എന്നൊരു ഉൾവിളി അവിടെ കൊച്ചി കിട്ടിക്കണ്. അതല്ല അപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അന്റെ ഒരു തൊള്ള, അതിന്റെ കാര്യം തന്നെയാ പറയല്. അതിന്റെ മേലല്ലേ നമ്മള് പിടിച്ചിരിക്കണത്. ഞാൻ വിചാരിച്ചു ജസ്റ്റിന്റെ കല്യാണം വലിയ ഉറപ്പിച്ചിട്ടുണ്ടാവും. കാറ്ററിംഗ് അൽത്താജാണേ. അത് ഉറപ്പല്ലേ? ആ അത് കേട്ടോ മതി. ജസ്റ്റിലേക്കുള്ള എക്സ്ട്രാ മൈനസ് എടുത്തിട്ടുണ്ടേ. അപ്പൊ ഞാനൊന്ന് റസിയാത്തന്നെ കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ താജു. താനൂരിലെ പ്രമുഖ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച യുവാവിന് ദേഹാസ്വസ്ഥ്യം. യുവാവിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. യുവാവിന്റെ നില വളരെ ഗുരുതരം. ജില്ലയിലെ എല്ലാ ഹോട്ടലുകളിലും ഇവിടെ ഇരിക്കട്ടെ. മല്ലിപ്പൊടി ഇതിപ്പോ വൈകുന്നേരത്തേക്ക് വെക്കല്ലോ. ആ ബെസ്റ്റ് ടീമാണ്. അടുപ്പത്ത് ചിക്കൻ കറി കളച്ചോണ്ടിരിക്കുക. TV ഫാനാണെങ്കിൽ ഓണം. അവിടെ ഇരുന്നോളി, ഒക്കെ ഞാൻ സെറ്റാക്കി ഉണ്ട്. ലേശം മല്ലിപ്പൊടി കുറച്ച് കുറവുണ്ട്. അതാ ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കുമ്പോ ശരിയാക്കിയാ മതി. ഫ്രിഡ്ജിലാ 2 ദിവസം മന്തിയും കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ അതിൻ്റെ അടുത്ത് ആദ്യം. എന്തിനാ എന്റെ താജു? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്റെ ആളിന് ഉമ്മച്ചും കഴിച്ചോളും. ഇല്ല ഉമ്മച്ചേ? താജു ഇപ്പൊ എത്തി. ഞാൻ വന്നുള്ളൂ. നിങ്ങളുടെ ആരും ചോദിക്കാതിരിക്കായിരുന്നു. ഞാനൊന്ന് കൈജാത്തേന്റെ അവിടെ പോയതാ. ദൂവ എവിടെ? ഓളപ്പുറത്ത് കുട്ടികളോട് കളിക്കുന്നുണ്ട്. അല്ല, എന്റെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം തരക്കടില്ലാതൊക്കെ പോകുന്നു. കൊച്ചിയിൽ പുതിയ ഷോപ്പിന്റെ സ്ഥലം കാണാൻ കിടന്നോണ്ടിരിക്കുക. എക്സ്പാൻഷനൊക്കെ കഴിഞ്ഞിട്ടണം മെല്ലെ TFCയിലേക്ക് കിടക്കാൻ. TFCയോ? അതെന്താ? താജ് ഫ്രൈഡ് ചിക്കൻ. ഇതാണ് തിരക്കിടില്ല എന്ന് പറഞ്ഞേ. ഇത് അടിപൊളിയാണല്ലോ. അൽഹംദുലില്ലാ. അത് പിന്നെ കച്ചവടക്കാരങ്ങനെയല്ലേ പറയുള്ളൂടി. പൈസ കുറെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാ സ്വന്തം ഇത്താത്തൊക്കെ എന്താ വാങ്ങിച്ചേരാന്ന് ചോദിച്ചാൽ തീരുമ്പോ കുഴിമന്തി കൊണ്ടുവന്നേരും. വെറുതെ പറഞ്ഞ സാറിനെ കഴിഞ്ഞ ആഴ്ച കൂടി എന്നെ കൊണ്ട് സൽവാർ ആരംഭിച്ചുള്ളൂ. എന്നാ ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ കുളിച്ചിട്ട് വരാം. എങ്ങനെ ഇപ്പൊ സംസാരിക്കുന്നൊരു സംശയം ഉണ്ടായിന്. ആള് പോസിറ്റീവ് അല്ലേ? കത്തുണ്ടാവും. വാപ്പ എവിടെ? കണ്ടില്ലല്ലോ. ഓള് വന്നേ പിന്നെ പുറത്തു പോക്ക് ഇത്തിരി കൂടിക്കണം. നിങ്ങളിരിക്കി. മൂസാക്കാക്ക് ഒരു കൊറിയർ ഉണ്ടായിരുന്നു. നമ്മള് ഇവിടുത്തെ ആളാണ് ബ്രോ. സിഗ്നേച്ചർ. അയ്യോ അതല്ല, ഞാൻ ഡെലിവറി ബോയ് അല്ല, അയൽവാസിയാ. ഞാനും ഷെറിന് ഒരുമിച്ച് പഠിച്ചതാ. പേര് അഭിലാഷ്. വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാമെന്ന് വിചാരിച്ചു. കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ മനസ്സിലായല്ലോ കേട്ടോ. ഞാൻ റസിയാത്തേടെ അനിയൻ താജു. ഓരെല്ലാരും അത് ചക്ക വെട്ടാ. ഷെറിനോ? മേളി കുളിക്കുന്നു. ഇത് ഞാൻ കൊടുത്തോളാം. ശരി. दुआ बेटी
എന്താ അഭിലാഷ് ബ്രോ? ഏയ് ഒന്നുമില്ല. എടാ ഇതൊന്നും പോരാത്തതിന് ഓൻ പച്ചവെള്ളം പോലെ ഹിന്ദി പറയണേ. ഈ ഇപ്പൊ ഇതുവരെ പറഞ്ഞു വെച്ച സ്ഥിതിക്ക് അവനൊരു പാരാവാൻ സാധ്യതയുണ്ട്. ആരടാ അവൻ? എടാ ഇനിയിപ്പം എന്ത് ചെയ്യടാ അജേഷേ? ഞാൻ ദാ ഇവിടെ വായനശാലയില് വാവക്കാൻ്റെ അടുത്ത്. ഈ ഓളെടുത്ത് വെച്ചല്ലേ പുതിയ ഐഡിയ എന്തേ വേണം ഞാൻ പറഞ്ഞുതരാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ വിളിക്കാം. ഒരു കക്ഷിനെ പറഞ്ഞു വിടാണ്ട്. ഓക്കെടാ. ബസ് കയറ്റി വിട്ടാ പോരെ? എന്തോ ബസ് കയറ്റി വിട്ടാ പോരേന്ന്. ഒരു ചായയും കൂടെ വാങ്ങിത്തരുമോ വക്കീലേ? നിങ്ങൾ ആളെടുക്കില്ലല്ലോ. കേസ് കഴിച്ചു കഴിഞ്ഞാലേ കക്ഷി വക്കീല ചായ വാങ്ങിത്തണ്ട്. വാ. അഭിലാഷേ, ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരാവശ്യത്തിന് സൗന്ദര്യമുണ്ട്, ആവശ്യത്തിലധികം പൈസയുണ്ട്. ഓനാളാവാനും അറിയാം, ആളെ കയ്യിലെടുക്കാനും അറിയാം. ഇനിയിപ്പോൾ അതിനേക്കാളൊക്കെ വലിയ ഇടങ്ങാരം എന്താ വെച്ചാൽ ഈ ഏട്ടൻ്റെ വൈഫിൻ്റെ അനിയെന്നൊക്കെ പറഞ്ഞാൽ പെണ്ണ് ആലോചിക്കാനും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടാക്കാനും അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ വലിയ ഇൻട്രസ്റ്റാണ്. ഇഞ്ചി ടെൻഷൻ അടിക്കണ്ട, ഓൻ ഡൈവോഴ്സ് ആണെന്നല്ല പറഞ്ഞ് ആ നിലക്ക് വല്ല സാധ്യതയുണ്ടോ നോക്ക്. അല്ല അഭിലാഷേട്ടാ, നിങ്ങൾ ആദ്യം മൂപ്പത്തിൻ്റെ നിലപാട് ചോദിക്കണല്ലോ എൻ്റെ ഒരു ശരി അല്ല വാവക്ക? ഈ എന്താ അവിടെ അനക്കെന്ത് പ്രാക്ടീസ് ഇല്ലേ? അല്ല ഈ ഒരു കോലുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എവിടെ എന്താ മറ്റേ കോല്? അല്ല അത് അപ്പമ്പോഴാണല്ലോ നിങ്ങളെ ഡിസ്കഷനിൽ പെട്ടേ. ഈ ആള് തിരക്കല്ലോ, ആ കോല് തിരഞ്ഞിട്ട് പ്രാക്ടീസിന് പോകാൻ നോക്ക്. ചെല്ല് ഓടാ. ആധാരത്തിൻ്റെ കോപ്പി, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 10 എണ്ണം. ഒന്ന് ശ്വാസം എടുത്ത് വരികയായിരുന്നു. ഈ ജീവിതത്തിൽ പ്രതീക്ഷയൊക്കെ തകരാൻ ഒറ്റ സെക്കൻഡ് മതിയില്ലേ? ശരിയാ. അന്ന് കണ്ട ആളാരായിരുന്നു? ആര്? അന്ന് വീട്ടിൽ വെച്ച് കണ്ടേ. ഓ താജു, അത് റസിയാത്തൻ്റെ അനിയനാ. ഓ, മൂപ്പര് ഡൈവേഴ്സ് അല്ലേ? ആ പാവം. ആ പെൺകുട്ടിക്ക് വേറെ പ്രേമം ഉണ്ടായിരുന്നു. അപ്പൊ ചാൻസ് ഇല്ല. ചാൻസോ? അല്ല, ആ കുട്ടിയുടെ അടുത്ത് ഇനി ചാൻസ് ഇല്ലെന്ന് അതാ ഉദ്ദേശിച്ചത്. എന്തുപറ്റി? ഈ ഇതിന്റെ ഡീസൽ ഫിൽറ്റർ എല്ലാം കറക്റ്റ് സമയത്ത് ക്ലീൻ ചെയ്യലില്ലേ? ഈ അതിന് ഓട്ടോയിലാണോ പഠിച്ചേ? ആയുർവേദല്ലേ? ഈ വണ്ടി ഓടിക്കുന്ന ആളെ കുറച്ചൊക്കെ വണ്ടിപ്പണി അറിയുന്നത് നല്ലതാട്ടോ. അതിന് ഈ വണ്ടി ഓടിക്കോ? ഇപ്പൊ കുറച്ചായി. അമീർ പഠിപ്പിച്ചതാ. അഭിലാഷ് ബ്രോ, ആ എന്തു പറ്റി? വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം. ആണോ? ഇതിന്റെ ഒരു സെക്കൻഡ്. ആടന്ന് സാറേ, അത്യാവശ്യമാണോ മോനെ? എന്ത് അത്യാവശ്യമാണെങ്കിലും ഇപ്പം നടക്കൂല കേട്ടോ. ഞാൻ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി സഹായം ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ ഡീലാക്കാം. ഈ വെച്ചാളി ജസ്റ്റ് മന്തി തിങ്സ്. ബ്രോ, ഇതിന്റെ ഡീസൽ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ചെയ്യലുണ്ടോ? ആ, അത് ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യലുണ്ട്. ഡെയിലിയാ? അല്ല, 1-2 ദിവസം കൂടുമ്പോ. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം കേട്ടാ. അന്നൊരു കാര്യം ചെയ്യ്, വണ്ടിയുടെ കിടക്കട്ടെ, ഞാൻ എന്തായാലും ആളോട്ട് ശരിയായിക്കോളാം. നിങ്ങൾക്ക് എവിടെ പോണ്ടേ? അത് പിന്നെ ഈ ആധാരം. അല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ട്, അങ്ങോട്ട് പോവാം. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. വാ, ഞാൻ ആക്കി തരാം. അല്ല, അത് വേണോ? അല്ല, താജുവിന് ബുദ്ധിമുട്ടാവില്ലേ? ഓ, എന്ത് ബുദ്ധിമുട്ട്? വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി 2 കിലോമീറ്റർ എക്സ്ട്രാ ഓടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ മിനി കൂപ്പർ ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യം? പ്ലീസ് കം, വാ. ഓ, 1 സെക്കൻഡ്.